നമ്മളിപ്പം നിൽക്കുന്നത് എറണാകുളത്താണ്. ടൊയോട്ട ഹൈലക്സിൻ്റെ കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ടൊയോട്ട കിർലോസ്കർ മോട്ടോഴ്സ് ഒരു ടൊയോട്ട മെറ്റൽ അറീന ഹൈലക്സ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റിലാണ്. നമസ്കാരം, വിലോസിറ്റിയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് മിസ്റ്റർ ഹീറോ സെൻ ഉണ്ട്, ടൊയോട്ട കിർലോസ്കർ മോട്ടോഴ്സിൽ നിന്നാണ്. വെൽക്കം Hero. So can you please tell me what is this event all about? So this is basically showcasing the Toyota Hilux's capabilities and features so that you can come and experience what it's capable of and what are the different features that make it such an indestructible vehicle. We all know that right from inception, Hilux is known to its durability. That's why it's called as indestructible. But we as Indians don't have experienced that much of its off-road capability. Yeah. It is more like a lifestyle vehicle, but people have not experienced much of its off-road capability, right? So which is why we do these experiences so that you can experience firsthand what its capabilities are, what you can use it for, what are the features that you would benefit from. Okay, Toyota Hilux, the indestructible. നമുക്കിന്ന് ഇതിൻ്റെ കേപ്പബിലിറ്റി ഒന്ന് നോക്കാം. ഇത് ടൊയോട്ട ഡിസൈൻ ചെയ്ത ഒരു ട്രാക്കാണ്. അപ്പോൾ കേപ്പബിലിറ്റി പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രാക്കാണ്. നമുക്കിന്ന് അതിൻ്റെ ഒരു കേപ്പബിലിറ്റിയാണ് ഇത് നോക്കുന്നത്. അപ്പം ഫസ്റ്റ് ഇത് മാനുവറബിലിറ്റി ടെസ്റ്റാണ്. നമുക്ക് മാനുവറബിലിറ്റി ടെസ്റ്റ് നോക്കിയിട്ട് ഓഫ് റോഡ് കേപ്പബിലിറ്റി അറിയാനുള്ള നെക്സ്റ്റ് ഇതാണ്. ഒരു സ്ലഷി ആയിട്ടുള്ള ഒരു ടെറൈനാണ്, അതിലാണ് ഇങ്ങനെ ഒരു ഇത് ഒരുക്കിയിരിക്കുന്നത് മാനുവറബിലിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് സസ്പെൻഷൻ്റെ ഒരു ആർട്ടിക്കുലേഷൻ മനസ്സിലാകാനായിട്ടാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഇത്. നെക്സ്റ്റ് സൈഡ് ടിൽറ്റ് ആണ്. ഇത് ഇനി ഇതിൽ ഏറ്റവും ഇതിൻ്റെ ശരിക്കുള്ള കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ ഇൻക്ലൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇനി ഈ ഒരു ഇത് ചെയ്യാനായിട്ട് ലോ ഫ്ലോ 4ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഗിയർ ബോക്സ് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി ആക്സിലേറ്റർ എൻഗേജ് ചെയ്യേണ്ടത് ഹൈലക്സിൻ്റെ കേപ്പബിലിറ്റി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഹിൽ അസിസ്റ്റ് കൺട്രോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കയറ്റം കയറുമ്പം പകുതി എത്തിയിട്ട് നമ്മൾ ബ്രേക്കിൽ പ്രസ് ചെയ്തിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഒരു 3 സെക്കൻഡ്സ് ഓട്ടോമാറ്റിക്കലി ആക്സിലറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഗ്യാപ്പ് കിട്ടും. അപ്പം അതാണ് നമ്മളിപ്പം നോക്കുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും സ്കൈ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഒന്നും ഫ്രണ്ടിൽ എന്താണെന്ന് പോലും കാണാൻ പറ്റില്ല. ആ ഒരു കേപ്പബിലിറ്റി ആണ് നമ്മളിപ്പം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇനി ഇറങ്ങുമ്പം എങ്ങനെയാണ് ഒരു ഹില്ല് റിസസ് ചെയ്യുമ്പോൾ എന്താണ് ഡൗൺ ഹിൽ അസിസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അത് എൻഗേജ് ചെയ്ത് പിന്നെ ബ്രേക്കിലും പ്രസ് ചെയ്യേണ്ട, ആക്സിലറേറ്ററിലും പ്രസ് ചെയ്യേണ്ട. നമ്മൾ സ്റ്റിയറിംഗ് മാത്രം മൈൻഡ് ചെയ്താൽ മതി, ബാക്കി മെഷീൻ വിൽ ഡു ദ ജോബ്. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് സസ്പെൻഷൻ്റെ ആ ഒരു എഫക്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ സീസോ പോലത്തെ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഇതിൻ്റെ മിഡിൽ എത്തുമ്പം അബ്രപ്റ്റ് ആയിട്ട് ഇത് ഫോൾ ചെയ്യും.
ടൊയോട്ട ഹൈലക്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.